ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു മധുരം നോക്കിയാലോ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിമുന്തിരി ഇട്ട് കൊടുക്കുക. അണ്ടിമുന്തിരി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ, അതായത് മുന്തിരിയൊക്കെ നന്നായിട്ട് വലുതായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അണ്ടിമുന്തിരിയും കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കളർ ഒന്നും കൂടി ഡാർക്ക് കളറാവും. ഇത് റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് കളറാവും. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. പാൽ എത്രയാണോ എടുത്തത് അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായ ചതച്ചതും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി തിളയ്ക്കാൻ വെക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് അണ്ടിമുന്തിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.